Hello students, അടുത്തത് വെക്റ്റർ ഫങ്ഷൻസ് ഓഫ് കോൺസ്റ്റന്റ് ലെങ്ത് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ലെങ്ത് ഉള്ള വെക്ടർ ആണോ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ലെങ്ത് മീൻസ് മാഗ്നിറ്റ്യൂഡ് കേട്ടോ, മാഗ്നിറ്റ്യൂഡിനെയാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇതാണ് കണ്ടീഷൻ. ഇഫ് യു ഈസ് എ ഡിഫറൻഷ്യബിൾ വെക്റ്റർ ഫംഗ്ഷൻ ഓഫ് ടി ഓഫ് കോൺസ്റ്റന്റ് ലെങ്ത് ദെൻ യു ഡോട്ട് ഡി യു ബൈ ഡി ടി ഈക്വൽ ടു 0. കോൺസ്റ്റന്റ് ലെങ്ത് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള ഫംഗ്ഷൻ ആണെങ്കിൽ യു ഡോട്ട് ഡി യു ബൈ ഡി ടി 0 ആയിരിക്കും. തീരത്തിൽ ഇത് നമ്മളിത് കണ്ടതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് യു ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ഐ പ്ലസ് കോസ് ടി ജെ പ്ലസ് റൂട്ട് 3k ഹാസ് കോൺസ്റ്റന്റ് ലെങ്ത് ആൻഡ് ഈസ് ഓർത്തോഗണൽ ടു ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഓർത്തോഗണാലിറ്റി കണ്ടീഷൻ. രണ്ട് വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറയണമെങ്കിൽ എന്താ കണ്ടീഷൻ? അവരുടെ ഡോട്ട് പ്രൊഡക്റ്റ് 0 ആയിരിക്കണം എന്നുള്ളതാണ് കണ്ടീഷൻ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ ഈ ഓർത്തോഗണൽ ടു ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ വെക്ടറിൻ്റെയും അതിൻ്റെ ഡെറിവേറ്റീവിൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് കാണിക്കാനാണ്. അപ്പോൾ കോൺസ്റ്റന്റ് ലെങ്ത് ആണെന്ന് പ്രൂവ് ചെയ്യുന്നതും ഈ കണ്ടീഷനും രണ്ടും സെയിം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതാ പ്രോബ്ലം ചെയ്തിരിക്കുന്നത് യു എഴുതിയിരിക്കുന്നു, അതിൻ്റെ മോഡുലസ് വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഡി യു ബൈ ഡി ടി കണ്ടുപിടിച്ചിട്ടുണ്ട്, യു ഡോട്ട് ഡി യു ബൈ ഡി ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 0 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് അവിടെ കോൺസ്റ്റന്റ് ലെങ്ത് 2 എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ലെങ്ത് ആണ്. അതിനൊപ്പം തന്നെ യു ഡോട്ട് ഡി യു ബൈ ഡി ടി 0 ആണെന്നും കാണിച്ചിട്ടുണ്ട്, ഓർത്തോഗണൽ ടു ഇറ്റ്സ് ഡെറിവേറ്റീവ് എന്നുള്ളത്. ഓക്കെ, അടുത്തത് ഇന്റഗ്രൽസ് ആണ്. ഇന്റഗ്രൽസ് ഓഫ് എ വെക്റ്റർ ഫംഗ്ഷൻ ഡെഫിനേഷൻ നോക്കാം. ദ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ ഓഫ് ആർ വിത്ത് റെസ്പെക്ട് ടു ടി ഇസ് ദ സെറ്റ് ഓഫ് ഓൾ ആന്റി ഡെറിവേറ്റീവ്സ് ഓഫ് ആർ ഡിനോട്ടഡ് ബൈ ഇന്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി. ഇഫ് ആർ ഈസ് എനി ആന്റി ഡെറിവേറ്റീവ് ഓഫ് ആർ ദെൻ ഇന്റഗ്രൽ ആർ ഓഫ് ടി ഡി ടി ഈസ് ഈക്വൽ ടു ആർ ഓഫ് ടി പ്ലസ് സി. അതായത് നമ്മൾ സാധാരണ ചെയ്യുന്ന ഇൻ്റഗ്രേഷൻ ഓരോ കമ്പോണൻ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാമെന്ന് മാത്രം, പ്ലസ് ഒരു കോൺസ്റ്റൻറ്റും കൊടുക്കുക. നമ്മൾ ഡെറിവേറ്റീവ് ഫൈൻഡ് ചെയ്തപ്പോൾ അതാത് കമ്പോണൻറ്റിൻ്റെ ഡെറിവേറ്റീവിനെ ഫൈൻഡ് ചെയ്തില്ലേ, അതുപോലെ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതാത് കമ്പോണൻറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പ്ലസ് ദ കോൺസ്റ്റൻറ്റ് സി കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലൊരു പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ കോസ് ടി ഐ പ്ലസ് ജെ മൈനസ് 2tk ഡി ടി. ഓരോന്നും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇവിടെ കോസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ ടി പ്ലസ് C1, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടി പ്ലസ് C2, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് ടി സ്ക്വയർ പ്ലസ് C3 ഇൻറ്റു കെ. എല്ലാ കോൺസ്റ്റൻറ്റും കൂടി ഒരൊറ്റ കോൺസ്റ്റൻ്റ് ആക്കി എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് വാല്യൂ വരുന്നത്. വേറെ C ഈക്വൽ ടു C1i പ്ലസ് C2j മൈനസ് C3k. ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, എളുപ്പമാണ്. അടുത്ത പ്രോബ്ലം ആവശ്യമുള്ളവർ മാത്രം നോക്കുക. ഇതാണ് ഞാനീ പറയാൻ പോകുന്നത്. മറ്റേത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ വിട്ടത്. ഓക്കെ, പ്രൂവ് ദാറ്റ് ഇൻ്റഗ്രൽ ടു ഇൻറ്റു ആർ ഡോട്ട് ഡി ആർ ഡി ടി ഇസ് ഈക്വൽ ടു ആർ സ്ക്വയർ പ്ലസ് സി. ഇവിടുത്തെ ഈ ആർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് വെക്ടർ ആർ ആട്ടോ, അത് ബോൾഡാക്കി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ ഡോട്ട് ആർ ആണ്. ഡിഫറൻഷിയേറ്റിംഗ് ബോത്ത് സൈഡ്സ് വിത്ത് റെസ്പെക്ട് ടു ടി വി ഹാവ് ഡി ബൈ ഡി ടി ഓഫ് ആർ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഡി ബൈ ഡോട്ട് ടി ഓഫ് ആർ ഡോട്ട് ആർ. ഡി ബൈ ഡി ടി ഓഫ് ആർ ഡോട്ട് ആർ എന്ന് പറയുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യാം. That is 2 times r dot dr by dt. അപ്പോൾ d by dt of r square equal to 2 times r dot dr by dt എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇത് എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ d by dt of r square dt വരും. ഇതിന് പകരം ഈ d by dt of r square എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇൻ്റഗ്രലും ഡെറിവേറ്റീവും പരസ്പരം ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസലായി പോകും. പിന്നെ ഉണ്ടാവുക ആർ സ്ക്വയർ ആണ്. ഡി ടി എന്ന് പറഞ്ഞാൽ അത് വിത്ത് റെസ്പെക്ട് ടു ടി എന്നുള്ളത് കാണിക്കാനുള്ളതല്ലേ. അപ്പോൾ ബാക്കി ഉണ്ടാവുക ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ പ്ലസ് സി എഴുതുക. ഓക്കെ, ഈ ആർ സ്ക്വയർ ഇത് ഈ മാഗ്നിറ്റ്യൂഡിൻ്റെ ആർ സ്ക്വയർ ആട്ടോ. ഇത് സ്മോൾ ആർ സ്ക്വയർ ആണ്, അതായത് മാഗ്നിറ്റ്യൂഡ് ആണ് കേട്ടോ. ഇവിടെയും അതുപോലെ ഇവിടെയും അത് തെറ്റി ബോൾഡാക്കി ഇട്ടേക്കുന്നതാണ്. അത് വെക്ടർ അല്ല കേട്ടോ, സ്മോൾ ആർ സ്ക്വയർ ആണ്. ഇത് ഇവിടെ അത് കറക്റ്റാക്കി എഴുതിയിട്ടുണ്ട്. ഇപ്പുറത്തുള്ളതാണ് വെക്ടർ വരുന്നത്. ഓക്കെ, അടുത്തത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ്. ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ a to b എന്നുള്ള ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ഓരോന്നും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇഫ് എഫ് ഓഫ് ടി ഈക്വൽ ടു ടി മൈനസ് ടി സ്ക്വയർ ഇൻറ്റു ഐ പ്ലസ് 2t ക്യൂബ് ജെ മൈനസ് 3k ഫൈൻഡ് ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി. പിന്നെ ഇൻ്റഗ്രൽ 1 to 2 എഫ് ഓഫ് ടി ഡി ടി. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് ഓഫ് ടി ഡി ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതാണ് അവിടെ വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കമ്പോണൻറ്റ് വൈസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. എല്ലാ കോൺസ്റ്റൻറ്റും കൂടെ ഒരൊറ്റ കോൺസ്റ്റൻ്റ് ആക്കി കൊടുക്കുക. ഇൻ്റഗ്രൽ 1 to 2 എഫ് ഓഫ് ടി ഡി ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദിസ് വൺ, ഇത് മൊത്തത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് മൊത്തത്തിൽ ലിമിറ്റ് കൊടുത്താൽ മതി. 1 to 2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് കൃത്യമായിട്ട് സബ്ട്രാക്റ്റ് ഒക്കെ ചെയ്ത് എഴുതുക.
എളുപ്പമാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫുൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത ശേഷം ആ ഉത്തരത്തിന് ലിമിറ്റ് കൊടുത്താൽ മതി. ഓരോ ടേമിനും ലിമിറ്റ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് തെറ്റില്ല, പക്ഷെ തെറ്റാതിരിക്കാൻ നമുക്ക് ഉത്തരം കറക്റ്റായിട്ട് കിട്ടാൻ നല്ലത് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത അവസാനം ഇങ്ങനെ 1 to 2 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ സൗകര്യം എന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാം. അടുത്ത പ്രോബ്ലത്തിൽ ഓരോ ടൈമിനും ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. ഏതാണോ സൗകര്യം അതുപോലെ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇന്റഗ്രൽ 0 to pi cos t into I plus j minus 2t into k dt ആണ്. ഓരോന്നിനും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കൊടുത്തു, ഓരോന്നും ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തു. ഓരോന്നും ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഓരോന്നിനും ലിമിറ്റ് കൊടുത്തു. അങ്ങനെയാണ് എളുപ്പമെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഉത്തരം കിട്ടണേ. ഇതിലൊന്നും എനിക്ക് കൂടുതൽ പറയാനില്ല, നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അടുത്തത് വെലോസിറ്റി തന്നിട്ടുണ്ട്. ഫൈൻഡ് പാർട്ടിക്കിൾസ് പൊസിഷൻ അറ്റ് ദ പോയിന്റ് ടി ഈക്വൽ ടു അതായത് വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് ആണല്ലോ. ആ ഒരു രീതിയിൽ ചെയ്യുന്ന ഒരു പ്രോബ്ലമാണിത്. ആവശ്യക്കാർ നോക്കിയാൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അതുപോലെ തന്നെ ആക്സിലറേഷൻ തന്നിട്ട് വിയും ആറും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കറസ്പോണ്ടിംഗ്ലി ഡെറിവേറ്റീവ് ഇൻ്റഗ്രലൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അത് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ആക്സിലറേഷൻ തന്നിട്ടുണ്ട്, അതായത് വെലോസിറ്റി വി ആണെന്നും ഡിസ്പ്ലേസ്മെൻറ്റ് ആർ ആണെന്നും തന്നിട്ടുണ്ട്. അറ്റ് ടി ഈക്വൽ ടു 0 ഫൈൻഡ് വി ആൻഡ് ആർ അറ്റ് ടൈം ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നിട്ടുണ്ട് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആക്സിലറേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും അല്ലേ. ആക്സിലറേഷനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ കിട്ടുന്നതാണ് വെലോസിറ്റി. പുട്ടിങ് വി ഈക്വൽ ടു 0 വി ഹാവ് ടി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ വെച്ചിട്ട് സി എ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ വെലോസിറ്റി 0 ആയിരിക്കും. ആ കണ്ടീഷൻ വെച്ചിട്ട് വിക്ക് 0യും കൊടുക്കുക, ടിക്കും 0 കൊടുക്കുക. അപ്പോൾ C1ൻ്റെ വാല്യൂ -4j എന്ന് കിട്ടും. അപ്പോൾ ഈ വെലോസിറ്റിയിൽ ഈ C1 ഉള്ളിടത്ത് -4j സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങനെയാക്കി മാറ്റുന്നു ഉത്തരം. ആ കോൺസ്റ്റൻറ്റും കൂടെ അതിൽ നിന്ന് ഫൈൻഡ് ചെയ്യുന്നു. അതുപോലെ വെലോസിറ്റി ഈക്വൽ ടു dr/dt എന്നറിയാം. അപ്പോൾ r കിട്ടാനായിട്ട് വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. വെലോസിറ്റി ഈക്വൽ ടു dr/dt എന്നറിയാം. അപ്പോൾ dr/dt ഈക്വൽ ടു തന്നിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് r കിട്ടാനായിട്ട് അത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രേഷൻ ഇവിടെ കാണിച്ചിട്ടില്ല, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഉത്തരമാണ് ഇവിടെ എഴുതിക്കുന്നത്. നിങ്ങൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഈ വിയെ ഇൻ്റഗ്രേറ്റ് ചെയ്താലാണ് നമുക്ക് r കിട്ടുക. അപ്പോൾ r കിട്ടും, ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതിലൊരു കോൺസ്റ്റൻറ്റ് ഉണ്ടാവും. ആ കോൺസ്റ്റൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് എഗെയിൻ നമുക്കറിയാം ടൈം ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിരിക്കും, r ഈക്വൽ ടു 0 ആയിരിക്കും. ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ C2 കിട്ടും. C2 ഈക്വൽ ടു -3i എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോൺസ്റ്റൻറ്റിന് വാല്യൂറ്റ് ചെയ്യാനാണ് ആ ഇനീഷ്യൽ കണ്ടീഷൻ r ഈക്വൽ ടു 0 വെൻ ടി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ C2 കിട്ടും. C2 ഈക്വൽ ടു 3i എന്ന് കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ആറിൽ ഈ C2 ഉണ്ടായിരുന്നതിൻ്റെ പ്ലേസിൽ 3i എന്ന് കൊടുക്കുക. ഐയുടെ കൂടെ അത് ചേർത്ത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് r കിട്ടുക. വേണമെങ്കിൽ അപ്പോൾ ഈ രണ്ട് പ്രോബ്ലം ഒന്ന് നോക്കിക്കോ. കാരണം ഫിസിക്സ് റിലേറ്റഡ് പ്രോബ്ലം ആയതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. പക്ഷേ വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പൊക്കോ. ഒന്നുമില്ല, ആക്സിലറേഷനും വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള റിലേഷൻ ഡെറിവേറ്റീവ്സ് എന്നുള്ള രീതിയിലാണ്. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ റിലേഷൻ വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡെറിവേറ്റീവ് വെലോസിറ്റി, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആക്സിലറേഷൻ എന്നാണ് നമ്മൾ പറയാറ്. ഇവിടെ നമുക്ക് തിരിച്ചെടുക്കേണ്ടി വരും, ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. ആക്സിലറേഷനിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ആക്സിലറേഷൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ കോൺസ്റ്റൻസ് വരുന്നത് കൊണ്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് രണ്ട് ഇനീഷ്യൽ കണ്ടീഷൻസ്, അതായത് ആദ്യത്തെ കേസിലാണ് എങ്കിൽ ടി ഈക്വൽ ടു 0 ആകുമ്പോൾ വി ഈക്വൽ ടു 0, വെലോസിറ്റി ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ഇവിടെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയ C1നെ ഇവാലുവേറ്റ് ചെയ്യുന്നത് ഇവിടെ ചെയ്തില്ലേ ഇങ്ങനെ. അതുപോലെ രണ്ടാമത്തെ കേസിൽ r ഈക്വൽ ടു 0 വെൻ ടി ഈക്വൽ ടു 0, ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ടൈം 0 ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 0 എന്നുള്ള റിലേഷൻ വെച്ചിട്ട് ഈ രണ്ടാമത്തേൽ വരുന്ന രണ്ടാമത്തെ കോൺസ്റ്റൻറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ട് അതേ ഉത്തരത്തേക്ക് ചേർത്തെഴുതും. പിന്നെ അത് 3i എന്ന് എഴുതുന്നതിന് പകരം ഈ ഐയുടെ കൂടെ ചേർത്ത് എഴുതിയിരിക്കുന്നതാണ് കേട്ടത്, ഒരുമിച്ച് എഴുതിയതാണ് ഐയുടെ ടേംസ് എല്ലാം കൂടെ ഒരുമിച്ച്. അപ്പം അതുപോലെ തന്നെയാണ് ഈ മുകളിലുള്ള പ്രോബ്ലവും വരണത്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. വേഗം ഒന്ന് നോക്കി പോകാൻ വേണമെങ്കിൽ വെലോസിറ്റിയാണ് തന്നിരിക്കുന്നത്. പൊസിഷൻ r, ഫൈൻഡ് ദ പാർട്ടിക്കിൾസ് പൊസിഷൻ ഓഫ് ടി ഇഫ് r ഈക്വൽ ടു i പ്ലസ് k വെൻ ടി ഈക്വൽ ടു 0. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ ഇതാണ് ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് തന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് r പൊസിഷൻ വെക്ടർ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ r ഓഫ് ടി dr/dt ഈക്വൽ ടു ദിസ് എന്ന് തന്നിട്ടുണ്ട്.
ആർ ഓഫ് സീറോ, അതായത് ടൈം സീറോ ആകുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഇതാണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആർ ഓഫ് ടി കിട്ടാനായിട്ട് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ആൻസർ മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ കേട്ടോ, കോൺസ്റ്റൻറ്റും എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം dr/dt-നെ, അതായത് ഈ വെലോസിറ്റീനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കണം. ഇതന്നെ കിട്ടണില്ലേ നിങ്ങൾ ചെക്ക് ചെയ്യണം കേട്ടോ. എന്നിട്ട് അറ്റ് t = 0 2i + k ആണ് r എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കണ്ടീഷൻ ഇവിടെ അപ്ലൈ ചെയ്തു. എന്താ വെച്ചാൽ അതിൽ നിന്ന് നമുക്ക് c കണ്ടുപിടിക്കാൻ പറ്റും, കോൺസ്റ്റൻറ്റിനെ കണ്ടുപിടിക്കാനായിട്ടുള്ള കണ്ടീഷനാണ് ആ തന്നേക്കണത്. അപ്പോൾ അതിൽ നിന്ന് c കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 2i - j + k എന്ന് കിട്ടും. അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരുമിച്ചാക്കേണ്ടതൊക്കെ ഒരുമിച്ചാക്കിയിട്ടാണ് കേട്ടോ ഇവിടെ ഉത്തരം എഴുതിയിരിക്കുന്നത്. ഐരയും കൂടി ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ sin t + 2 × i ആണ് കിട്ടുക. cos t - 1 × j t + 1 × k ഇങ്ങനെയാണ് കിട്ടുക. പിന്നെ അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നിങ്ങൾ ചെക്ക് ചെയ്തെന്നില്ല, എത്രയും വരെ ചെയ്താലും മതിയാവും. ഓക്കെ.